ഹലോ, അപ്പം നമുക്കിന്നൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ. ഇതെൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ മാങ്ങയിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അടുപ്പത്ത് ഒരു ചട്ടി വയ്ക്കുക. ചട്ടി ചെറുതായി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ദെൻ അതിലേക്ക് കടുക്, ഉലുവ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇടുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ചോട്ടാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെയാണ്. ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതൊന്ന് വാടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങയുടെ ഒരു അളവിനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ വിനെഗർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.